ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പും എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പും ഫോട്ടോഗ്രാഫിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലാണ് മനസ്സിൽ വിചാരിക്കുന്നത് പോലെയുള്ള നല്ല ഫോട്ടോസ് ലഭിക്കുന്നത്. അപ്പോൾ എന്തെല്ലാമാണെന്നും ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആകുന്നതും ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, നമ്മളെല്ലാവരും ഫോൺ ക്യാമറ ഉപയോഗിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അല്ലെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള റിസൾട്ട് ആയിരിക്കത്തില്ല ലഭിക്കുന്നത്. കാരണം നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പും ഫോട്ടോ എടുത്തു കഴിഞ്ഞും അറിഞ്ഞിരിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ക്യാമറ ഹോൾഡ് ചെയ്യണം, ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം, സബ്ജക്റ്റ് എങ്ങനെ ഫ്രെയിം ചെയ്യണം, ലൈറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കണം, ഫോക്കസ് എങ്ങനെ സെറ്റ് ചെയ്യണം, പ്രോ മോഡ് എങ്ങനെ ഉപയോഗിക്കണം, എക്സ്പോഷർ എങ്ങനെ ബാലൻസ് ചെയ്യണം, റൂൾ ഓഫ് തേർഡ്, ലീഡിംഗ് ലൈൻസ്, ഡെപ്ത് ഓഫ് ഫീൽഡ്, ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നെ ഒരു താല്പര്യം വേണം വ്യത്യസ്തമായി ഫോട്ടോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണമെന്ന്. പിന്നെ നമ്മുടെ ഫോണിലെ മെഗാ പിക്സൽ കൗണ്ട് ക്ലാരിറ്റി കുറവാ എന്ന മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിച്ച് ഫോട്ടോസ് എടുക്കാതിരിക്കരുത്. ഫോണിലെ ക്ലാരിറ്റി മാത്രമല്ല നല്ല ഫോട്ടോസ് ലഭിക്കുന്നത്. എങ്ങനെ സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഫ്രെയിം ചെയ്ത് എടുക്കുന്നു എന്നതിലാണ്. പിന്നെ നമ്മുടെ ക്ലാരിറ്റി കുറഞ്ഞ ഫോൺ ആണെങ്കിലും മനസ്സ് വെച്ചാൽ നല്ല ഫ്രെയിം ചെയ്ത് ഫോട്ടോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കാവുന്നതും ആണ്. അടുത്തതായി, നമ്മുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ വെച്ച് പ്ലാൻ ചെയ്ത് എങ്ങനെ ഫോട്ടോസ് എടുക്കാം. നോർമലി ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് മനസ്സിലാക്കി എങ്ങനെ ഫ്രെയിംഡ് ആയിട്ട് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഫോണിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓരോന്നായി തന്നെ നോക്കാം. ആദ്യത്തെ, അണ്ടർസ്റ്റാൻഡിങ് ക്യാമറ സെറ്റിംഗ്സ്. നമ്മുടെ ഫോണിലെ ക്യാമറ ഓപ്ഷനിലാണെങ്കിൽ ഒരുപാട് മോഡ്സും അഡ്ജസ്റ്റ്മെന്റ് സെറ്റിംഗ്സും ഉണ്ട്. നമ്മൾ നോർമലി എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. എന്നാൽ ഓരോ ഫോട്ടോയും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മോഡ് വെച്ച് എടുക്കുകയാണെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നതും ആണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ ആവുന്ന ടൈമിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് HDR മോഡ് വെച്ച് നമ്മൾ ഡീറ്റെയിൽ ഷാർപ്പ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് സബ്ജക്ട് ഫോട്ടോസ് എടുക്കാം. പിന്നെ നൈറ്റ് മോഡ് വെച്ച് നമുക്ക് ലോ ലൈറ്റിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. പിന്നെ പ്രോ മോഡിലാണ് നമുക്ക് വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ്, ISO, ഫോക്കസ് മാനുവലി നമുക്ക് സെറ്റ് ചെയ്ത് മനസ്സ് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാം. ആദ്യമായിട്ട് മോഡ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ പ്രയാസമായിരിക്കും. എന്നാലും കുറച്ച് ദിവസം ട്രൈ ചെയ്ത് വരുമ്പോൾ മിസ്റ്റേക്സ് വഴി നമുക്കത് ഇംപ്രൂവ് ചെയ്ത് വരാവുന്നതും ആണ്. പിന്നെ നമ്മുടെ സംശയങ്ങൾ യൂട്യൂബിലെ ട്യൂട്ടോറിയൽസ് വഴി നമുക്കത് ക്ലിയർ ആക്കാവുന്നതും ആണ്. പിന്നെ ഡെയിലി ഫോട്ടോസ് എടുക്കുമ്പോൾ HDR മോഡ്, ഹൈ റെസൊല്യൂഷൻ മോഡ്, നൈറ്റ് മോഡൊക്കെ കൺസിസ്റ്റന്റ്ലി നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ സംശയങ്ങളൊക്കെ യൂട്യൂബിലെ ട്യൂട്ടോറിയൽസ് വഴി നമുക്കത് ക്ലിയർ ആക്കാവുന്നതും ആണ്. പിന്നെ നമ്മൾ ഡെയിലി ഫോട്ടോസ് എടുക്കുമ്പോൾ HDR മോഡ്, ഹൈ റെസൊല്യൂഷൻ മോഡ്, നൈറ്റ് മോഡൊക്കെ നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ ആ ഒരു മോഡ് വെച്ച് ഫോട്ടോസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഉപയോഗിക്കുക. അടുത്തതായി, ക്ലീൻ ക്യാമറ ലെൻസ്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും ക്യാമറ ലെൻസ് ചെക്ക് ചെയ്യണം. കാരണം ലെൻസിൽ പൊടിയോ എന്തെങ്കിലും പാർട്ടിക്കിൾസോ ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ ക്ലാരിറ്റി നല്ല രീതിയിൽ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ക്യാമറ ലെൻസ് കൊടുക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തുണി ഉപയോഗിച്ചാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെൻസ് സ്ക്രാച്ച് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ചെറുതായി സ്മൂത്ത് ആയി തുടയ്ക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അപ്പോൾ നമ്മൾ കണ്ണാടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഒരെണ്ണം നമ്മൾ ഇതിനായിട്ട് തന്നെ അങ്ങ് മാറ്റി വെച്ച് ഉപയോഗിക്കുക. അടുത്തതായി, ലൈറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ലൈറ്റിന്റെ ഡയറക്ഷനും ഇന്റൻസിറ്റിയും. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് സബ്ജക്റ്റിൽ ഏരിയയിൽ വന്നാലാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ഹാർഷ് ലൈറ്റ് ഫേസിലേക്ക് വരാതെ നോക്കണം. അപ്പൊ സൈഡിൽ നിന്നുള്ള ലൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണെങ്കിൽ നല്ല ഷാഡോ നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അതോടൊപ്പം തന്നെ പ്രോ മോഡിൽ നമുക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫറെന്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഈ ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പ് ലൈറ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത, ഗോൾഡൻ അവർ ഷൂട്ടിംഗ്. നമ്മളൊരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുവാനായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ടൈമാണ് രാവിലെയും വൈകിട്ടും 6 മണിക്ക് മുമ്പുള്ള ആ ഒരു മണിക്കൂർ ടൈം. ആ ഒരു ടൈമിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സൺലൈറ്റിന്റെ റിഫ്ലക്ഷന് നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതുമാണ്.
പിന്നെ ആ ഒരു ടൈമിൽ മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ലൈറ്റ് വരുന്ന സമയത്ത് നല്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഫോർഗ്രൗണ്ട് എലമെന്റ് വെച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അപ്പോൾ നമ്മൾ നല്ല ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള ആ ഒരു കറക്റ്റ് ആ ഒരു ഗോൾഡൻ അവർ ടൈം മിസ് ചെയ്യാതിരിക്കുക. ഓൾഡ് സ്റ്റഡി, നമ്മൾ ഏതൊരു ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പും സ്മാർട്ട് ഫോൺ സ്റ്റേബിൾ ആയി പിടിച്ച് ഫോട്ടോസ് എടുക്കണം. കാരണം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ചെറിയ ഹാൻഡ് മൂവ്മെന്റ് പോലും സബ്ജക്റ്റ് ഫോക്കസ് പോകാനും ബ്ലർ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ സ്റ്റേബിൾ ആയി പിടിച്ച് വേറെ ഹാൻഡ് മൂവ്മെന്റ്സ് ഒന്നും വരാതെ ഫോക്കസ് ചെയ്ത് ചെറിയ ക്വിക്ക് ഷട്ടർ കൊടുക്കണം. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഷാർപ്പ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത യൂസ് HDR മോഡ്. നമ്മുടെ ഫോണിലെ ക്യാമറ സെറ്റിംഗ്സിലാണെങ്കിൽ HDR മോഡ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നോർമലി ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ ഓപ്ഷൻ അധികം നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ HDR മോഡ് വെച്ച് നമുക്ക് സബ്ജക്റ്റ് വൈഡർ ആയിട്ട് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് ഷാർട്ട്രോസ് ലൈറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. പിന്നെ ഒരു മോഡ് വെച്ച് മൾട്ടിപ്പിൾ ഫോട്ടോസ് കമ്പൈൻ ചെയ്ത റിസൾട്ട് ആണ് ഈ HDR മോഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സ്റ്റേബിൾ ആയി പിടിക്കണം. ഒരു ചെറിയ ഡിലേ വരും, എന്നാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസ് നമുക്ക് HDR മോഡ് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായും ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യുക. അടുത്ത ഗ്രിഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും സബ്ജക്റ്റ് കോമ്പോസിഷൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഗ്രിഡ് ലൈൻസ്. നമ്മളെപ്പോഴും നോർമലി ഫോട്ടോസ് എടുക്കുന്ന സബ്ജക്റ്റ് സെൻട്രലാക്കി എടുക്കുകയാണ്. എന്നാൽ അടുത്ത പ്രാവശ്യം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സെറ്റിംഗ്സിൽ വന്ന് ഗ്രിഡ് ലൈൻസ് എനേബിൾ ചെയ്ത് ആ ഒരു 4 ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ആ ഒരു പോയിന്റിലേക്ക് സബ്ജക്റ്റ് കൊണ്ടുവന്ന് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു ഫ്രെയിം ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാം. പിന്നെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് ആ ഗ്രിഡ് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഗ്രിഡ് ലൈൻസ് എനേബിൾ ചെയ്ത് മസ്റ്റ് ആയിട്ട് തന്നെ ഫോട്ടോസ് എടുക്കുക. അടുത്ത യൂസ് പോർട്രേറ്റ് മോഡ്. നമ്മൾ നോർമലി ക്യാമറ മോഡിലാണ് പോർട്രേറ്റ് മോഡ് വെച്ച് ഫോട്ടോസ് എടുക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളാണ് പോർട്രേറ്റ് മോഡിൽ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയി ഫോക്കസ് ആവാതിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ആ ഒരു മോഡ് ഉപയോഗിക്കാറുമില്ല. എന്നാൽ പോർട്രേറ്റ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സബ്ജക്റ്റ് തമ്മിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് വേണം. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആകും ആ ഒരു സബ്ജക്റ്റ്. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഷാർപ്പായി കിടില ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. പിന്നെ ചെറിയ സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ഇതിൽ പോർട്രേറ്റ് മോഡ് വെച്ച് നമുക്ക് നല്ല ഡെപ്ത് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത പ്രോപ്പർ ഫോക്കസിങ്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും കറക്റ്റ് ആയി ഫോക്കസ് ചെയ്താലാണ് നല്ല ഫോട്ടോസ് ലഭിക്കുന്നത്. നമ്മൾ നോർമലി ഫോട്ടോസ് എപ്പോഴും എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് ഷട്ടർ കൊടുക്കുകയാണ്. എന്നാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പിന്നീട് നോക്കുമ്പോൾ ഫോട്ടോയിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയ റിസൾട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് ലോക്ക് ആകും. അതിന് ചെറിയ ഷട്ടർ കൊടുക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആവാതെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോക്കസ് ഫോട്ടോ നമുക്ക് ലഭിക്കും. പിന്നെ ക്യാമറ മോഡ്സിലുള്ള പ്രോ മോഡ് മസ്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യണം. ഈ ഓപ്ഷൻ വെച്ച് മാനുവൽ ഫോക്കസിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് ആ ഒരു കറക്റ്റ് ഫോക്കസ് ചെയ്ത് നമുക്ക് ഫോക്കസ് കറക്റ്റ് നമുക്ക് ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത യൂസ് പ്രോ മോഡ്. നമ്മൾ ഫോണിലെ ക്യാമറ സെറ്റിംഗ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ നമ്മൾ നോർമലി ഈ ഓപ്ഷനിലാണ് ഫോട്ടോസ് എടുക്കാറില്ല. കാരണം സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോസ് എടുക്കുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. എന്നാൽ പ്രോ മോഡിലെ ഡിഫറെന്റ് സെറ്റിംഗ്സ് അഡ്ജസ്റ്റ്മെന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ മനസ്സിൽ വിചാരിക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ പ്രോ മോഡ് വെച്ച് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതും ആണ്. അടുത്ത ക്യാപ്ചർ റോ ഫോർമാറ്റ്. നമ്മൾ എപ്പോഴും ഫോട്ടോസ് എടുക്കുന്ന JPG ഫോർമാറ്റിലാണ്. പിന്നെ എഡിറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് എഡിറ്റർ ആപ്പിലേക്ക് ഷെയർ ചെയ്ത് എഡിറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് കളേഴ്സ് സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ട് പാടായിരിക്കും. എന്നാൽ റോ ഫോർമാറ്റ് വെച്ച് നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയുടെ മാക്സിമം സെൻസർ ഔട്ട്പുട്ടിൽ കംപ്രഷൻ വരാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് അത് പ്രോപ്പർ വർക്ക് ഫ്ലോയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതുമാണ്. നോർമലി JPG ഫോർമാറ്റ് കംപ്രസ്ഡ് ആയിട്ടുള്ള വരുന്നത് കൊണ്ട് തന്നെ റോ ഫോർമാറ്റിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയി നമുക്ക് ഫുൾ ഇമേജ് ഡേറ്റ വെച്ച് എഡിറ്റ് ചെയ്യാവുന്നതും ആണ്. പിന്നെ ഫയൽ സൈസ് നോർമലി കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ മെയിൻ ഫോട്ടോസ് ഒക്കെ റോ ഫോർമാറ്റിൽ എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. അടുത്ത എക്സ്പ്ലോറിംഗ് ആംഗിൾസ്. നമ്മൾ നോർമലി എപ്പോഴും ഫോട്ടോസ് എടുക്കുന്ന സെയിം പൊസിഷനിൽ നിന്ന് ആയിരിക്കും. എന്നാൽ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ ഡിഫറെന്റ് ആംഗിൾ ട്രൈ ചെയ്യണം. അതായത് ഒരു ഫോർഗ്രൗണ്ട് എലമെന്റ് വെച്ച് ഷെയ്ഡ് വെച്ച് ഫോട്ടോസ് എടുക്കുക. പിന്നെ കുറച്ചുകൂടി സൈഡിൽ നിന്ന് ഹൈ ആംഗിളിൽ നിന്ന് ലോ ആംഗിളിൽ നിന്നൊക്കെ അങ്ങനെ ഫോട്ടോസ് എടുക്കുക. പിന്നെ നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം.
അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി യുണീക്ക് ആയിട്ടുള്ള നല്ല മൊമെന്റ്സ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ക്യാപ്ചർ ചെയ്ത് സൂക്ഷിക്കാനും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ആംഗിൾ ട്രൈ ചെയ്യുക. അടുത്ത വാച്ച് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും നല്ലതുപോലെ ശ്രദ്ധിക്കണം. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ടിങ് എലമെന്റ്സോ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സോ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വേണം ഫോട്ടോസ് എടുക്കാൻ. കാരണം ബാലൻസ്ഡ് ഡെപ്ത് കറക്റ്റ് ആയിട്ട് വന്നാലാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും നല്ലതുപോലെ ശ്രദ്ധിച്ച് എലമെന്റ്സ് നോക്കി ഫോട്ടോസ് എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്യാപ്ചർ ഇമോഷൻസ്. നമ്മൾ നോർമലി പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ സബ്ജക്റ്റ് ഫോക്കസ് ആണോ ബാക്ക്ഗ്രൗണ്ട് നോക്കി എടുക്കുകയാണ്. എന്നാൽ സബ്ജക്റ്റ് നല്ലതുപോലെ ഡെപ്ത് ഉണ്ടെങ്കിൽ നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഫ്രെയിം ചെയ്യാവുന്നതും ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റ് നല്ലതുപോലെ ശ്രദ്ധിച്ച് ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അടുത്ത യൂസ് നെഗറ്റീവ് സ്പേസ്. നമ്മൾ നോർമൽ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് സബ്ജക്റ്റ് ഫോട്ടോസ് എടുക്കാൻ നോക്കുമ്പോൾ നല്ല ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കി ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെറിയ സബ്ജക്റ്റ് ഫ്രീ സ്പേസിലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിസ്ട്രാക്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് വരാതെ എം ടി സ്പേസ് ആയി ലൈറ്റിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ക്രിയേറ്റീവായി ഫോട്ടോസ് എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ മാക്രോ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എം ടി സ്പേസ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ് ആയി നമുക്ക് നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരുപാട് എം ടി സ്പേസും ചെറിയ സബ്ജക്റ്റും വരുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ക്രിയേറ്റീവായി നമുക്ക് ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതുമാണ്. പിന്നെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഓപ്ഷൻസ് നമുക്ക് ആ ഒരു എം ടി സ്പേസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ മൈൻഡ് സെറ്റ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതും ആണ്. അടുത്ത എക്സ്പെരിമെന്റ് വിത്ത് റിഫ്ലക്ഷൻസ്. നമ്മൾ ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച് ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ട്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന പോലെയുള്ള റിസൾട്ട് ആയിരിക്കത്തില്ല ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് സോഴ്സ് വെച്ച് ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ സോഫ്റ്റ് ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫോൺ ക്യാമറ ആപ്ലിക്കേഷൻ എക്സ്പോഷർ കൺട്രോൾ ചെയ്ത് ഫോട്ടോസ് എടുക്കാം. പിന്നെ രാവിലെ വൈകിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റും മരങ്ങൾക്കിടയിലൂടെയൊക്കെ റിഫ്ലക്ഷൻ ആയി വരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് ക്രിയേറ്റീവായി നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതും ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോസ് എടുക്കാതിരിക്കുക. കാരണം ഫോട്ടോ ഓവർ എക്സ്പോസ്ഡ് ആവുകയും ഡീറ്റെയിൽസ് ഒക്കെ പോവുകയും ചെയ്യും. അടുത്ത പ്രാക്ടീസ് റെഗുലർലി. നമ്മൾ വ്യത്യസ്തമായി ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളൊക്കെ പെട്ടെന്ന് ഫ്രെയിം ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കും. നമ്മുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ സെറ്റിംഗ്സ് മാറ്റി മാറ്റി ഫോട്ടോസ് എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് വരുന്ന മിസ്റ്റേക്സിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇംപ്രൂവ് ചെയ്യാവുന്നതും ആണ്. അടുത്ത ക്രിയേറ്റിവിറ്റി ആൻഡ് പേഷ്യൻസ് ആണ്. നമ്മൾ ഏതൊരു ഫോട്ടോസ് എടുക്കാൻ പോകുമ്പോഴും പെട്ടെന്ന് പോയി ഫോട്ടോസ് എടുക്കരുത്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള റിസൾട്ട് ആയിരിക്കത്തില്ല ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യണം. എങ്ങനെ സബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്ത് ഫ്രെയിം ചെയ്യണം, ഏത് ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് ഫോട്ടോസ് എടുത്താലാണ് കറക്റ്റ് ആകും എന്നൊക്കെ. പിന്നെ ഒരു മെയിൻ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്നാണ്, നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ടിങ് ആയിട്ടുള്ള നമ്മൾ സൗണ്ടും ഒക്കെ വരാതെ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് വന്നില്ല എങ്കിൽ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് കുറവ് വന്ന് നിർത്തി പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്താൽ അടുത്ത പ്രാവശ്യം ഫോട്ടോസ് എടുക്കുമ്പോഴും ഇതേപോലെ ചിന്തിച്ച് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഡിഫറെന്റ് ആയിട്ട് എടുക്കാനായിട്ടുള്ള സ്കിൽസും ആണ്. നമ്മൾ കുറച്ച് ദിവസം നമ്മൾ റെഗുലർ ആയിട്ട് ഫോട്ടോസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് വരാവുന്നതും ആണ്. അടുത്ത ക്യൂരിയോസിറ്റി ലേൺ ആണ്. നമ്മൾ ഓരോ ഫോട്ടോ എടുക്കുന്ന സമയത്തും ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് പ്ലാൻ ചെയ്യണം. പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സും വരും. ആ യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കണം. പിന്നെ കുറച്ച് ദിവസം നമ്മൾ ആ ഒരു ഫോട്ടോഗ്രാഫി സീരിയസ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ക്രിയേറ്റീവായി നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ റെഗുലർലി ഫോട്ടോഗ്രാഫി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഫോട്ടോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് തന്നെ ഒരു മൊമെന്റ്സ് ആയിട്ട് നമുക്കിത് സേവ് ചെയ്യാവുന്നതും ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ വീഡിയോ പ്രതീക്ഷിച്ചതിൽ കുറച്ച് ലെന്ത് ആയി എന്ന് തോന്നുന്നു. പിന്നെ ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ വന്നത്. പിന്നെ ഈ വീഡിയോയിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ട്യൂട്ടോറിയൽ ക്ലിപ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് ശരിയായില്ല.
അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള വ്യൂസോ കമന്റ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾ വാല്യൂബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ മറക്കാതെ കമന്റ് ചെയ്യാം. കമന്റ് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് ഇനിയും ഫോട്ടോഗ്രാഫിയെ കുറിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്, വീഡിയോഗ്രാഫി റിലേറ്റഡ് ടോപ്പിക്ക് ഡിഫറെന്റ് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇവിടേക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സ്, ഏതെങ്കിലും സെപ്പറേറ്റ് ടോപ്പിക്കിനെ കുറിച്ചൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടേക്ക് താഴെ കമന്റ് ചെയ്യാം. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇനിയും ഫോട്ടോഗ്രാഫി വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടേക്ക് താഴെ കമന്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കാണുമ്പോൾ നമുക്കും നല്ലൊരു പോസിറ്റീവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ കണ്ടുകൊണ്ടതിലേക്കും ബൈ.